Yes, welcome back to EduZone. Next, we have to discuss different types of teeth, their position, number, and uses. Now, we have to discuss different types of teeth. നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഏതൊക്കെയാണ് വ്യത്യസ്തമായ നമ്മുടെ വായിലുള്ള വ്യത്യസ്തമായ പല്ലുകൾ ഏതെല്ലാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. പലതരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത് അല്ലേ. അതായത് നമ്മൾ ഭക്ഷണം വായിലേക്ക് എത്തുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ ഇപ്പോൾ മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കടിച്ച് തിന്നും അല്ലേ. അത് അങ്ങനെ ഓരോ ചില ഭക്ഷണങ്ങളാണെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും, അത് ചില പല്ലുകൾ യൂസ് ചെയ്തിട്ടാണ്. നല്ല ഹാർഡായിട്ടുള്ള ഫുഡുണ്ട്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഭക്ഷണം ചവച്ചരക്കാൻ ആവശ്യമായ ടീത്ത് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയുള്ളതാണ്? 4 ടൈപ്സ് ഓഫ്. ടോട്ടൽ എത്ര ടീത്ത് ഉണ്ടെന്ന് പറയുന്നത് പെർമനൻറ്റ് ടീത്ത് 32 ഉണ്ട് അല്ലേ. ഒരു അഡൾട്ടിൻ്റെ വായിൽ നമ്മൾ ചെക്ക് ചെയ്താൽ എത്ര പല്ലുണ്ടാവും എന്ന് പറയുന്നത് 32 ടീത്ത്സ് ആർ അല്ലേ. Then what are the different types of teeth? There are 4 types of teeth: incisor, canine, premolar, molar. ഏതൊക്കെയാണ്? ഇൻസിസർ, കാനിൻ, പ്രീമോളാർ, മോളാർ. ഇൻസിസർ അതെവിടെയാണ് കിടക്കുന്നത്? എത്ര എണ്ണം ഉണ്ട്? അത് കിടക്കുന്നത് ഇൻ ഫ്രണ്ട്. അത് നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ കാണുന്ന 4 പല്ലുണ്ടല്ലോ, അതാണ് ഇത്. മേലെ 4 താഴെ 4 കാണും അല്ലേ. ടോട്ടൽ എത്ര ഉണ്ട്? 8 ഉണ്ട്. 4 ഇൻ ദ അപ്പർ ജോ ആൻഡ് 4 ഇൻ ദ ലോവർ ജോ. അപ്പോൾ പൊസിഷൻ എവിടെയാണ്? 4 എണ്ണം മുകളിലും 4 എണ്ണം താഴെയുമായി കിടക്കുന്ന പല്ലുകളാണ് ഇത് ഇൻസിസർ, ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന പല്ല് അല്ലേ. അതിൻ്റെ യൂസസ് ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കടിക്കാനും അതുപോലെ തന്നെ ടിയർ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കടിച്ച് കീറുമല്ലോ, അതാണെന്ത്, ഏത് പല്ല് കൊണ്ട് നമ്മൾ കടിച്ച് കീറാറുള്ളത്? ഇൻസിസർ കൊണ്ടാണ്. അത് കുറച്ച് പരന്നിട്ട് അല്ലേ, വലിയ കൂർത്തിട്ടല്ല എന്നുള്ളത്, ഇങ്ങനെ പരപ്പായിട്ട് കിടക്കുന്ന പല്ലാണെന്ത്, ഇൻസിസർ എന്ന് പറയുന്നത്, മുന്നിൽ കാണുന്ന പല്ല് അല്ലേ. ഇനി സെക്കൻഡ് ടൈപ്സ് ഓഫ് ടീത്ത്, കാനിങ്. 4 canines adjacent to incisor on both sides. അത് നമ്മൾ 4 പല്ല് കഴിഞ്ഞാൽ കുറച്ച് കൂർത്ത പല്ലുകൾ ഉണ്ടാവുമല്ലോ, വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ. സൈഡിലായിട്ട് കാണുന്ന 4 പല്ലുകളാണ് എന്ത്, കാനിൻ. 2 ഇൻ ദ അപ്പർ ആൻഡ് 2 ഇൻ ദ ലോവർ ജോസ്. അതായത് ഈ 4 എണ്ണം കഴിഞ്ഞു, ഫ്രണ്ടിൽ 4 എണ്ണം കഴിഞ്ഞ് 2 എണ്ണം നല്ലോണം കൂർത്തിട്ട് വലിയ വലിപ്പമില്ലാത്ത പല്ലുകളാണിത്. പിന്നെ നമ്മുടെ കാനിൻ അല്ലേ. കാനിൻ 2 എണ്ണം മുകളിലും 2 എണ്ണം താഴെയാണ്. ടു ടിയർ ആൻഡ് കട്ട് ഫുഡ്. അവിടെ വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കട്ട് ചെയ്ത്, മിഠായി കിട്ടിയാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വല്ലാതെ കഴിയില്ലെങ്കിൽ, സ്ട്രോങ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോങ് ആയ സ്വീറ്റ്സൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, കാനിൻ വെച്ചിട്ട് നമുക്ക് കടിക്കാം. അപ്പോൾ 4 എണ്ണത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്, ഇൻസിസറിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള 2 വലിപ്പമില്ലാത്ത കൂർത്ത പല്ലുകൾക്കാണ് നമ്മളെന്ത് പറയുക, കാനിൻ. ടോട്ടൽ എത്ര ഉണ്ട്? 4 ഉണ്ട്. 2 ഇൻ ദ അപ്പർ, 2 ഇൻ ദ ലോവർ. ഓക്കെ. ഇനി പ്രീമോളർ, ആ 2 എണ്ണം കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ 4 ഒരു സൈഡിലെ മാത്രമാണ്, അപ്പർ ജോയിലെ ലോവർ ജോയിലെ ഏതെങ്കിലും ഒരു സൈഡിലെ നമ്മൾ പറയും 4 ഇൻസിസർ, അഡ്ജസെൻറ്റ് ടു ഇൻസിസർ കാനിൻ 2 അല്ലേ. 2 ടീത്ത്സ് അഡ്ജസെൻറ്റ് ടു ഇൻസിസർ ഓൺ ബോത്ത് സൈഡ്സ്. അതായത് ഒരു പല്ല് ഇവിടെയും ഒരു പല്ല് ഇപ്പുറത്തും അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ 2 എണ്ണം, അതായത് കണ്ടിന്യൂസ് ആയിട്ടില്ല, 4 എണ്ണം കഴിഞ്ഞിട്ട് കൂർത്ത ഒരു പല്ല് ഈ റൈറ്റ് സൈഡിലും ഉണ്ടാവും, കൂർത്ത ഒരു പല്ല് അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. അങ്ങനെ ലോവർ ജോയിലും 2 എണ്ണം ഉണ്ടാവും, അപ്പർ ജോയിലും 2 ഉണ്ടാവും. അത് വളരെ വലിപ്പം കുറഞ്ഞതായിരിക്കും, പക്ഷെ കൂർപ്പായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ കട്ട്. അത് കഴിഞ്ഞിട്ട് 8 പ്രീമോളാസ് അഡ്ജസെൻറ്റ് ടു കാനിൻ. ആ കൂർത്ത പല്ല് കഴിഞ്ഞിട്ട് 2 ഓൺ ബോത്ത് സൈഡ്സ്, അതായത് 2 എണ്ണം ലെഫ്റ്റ് സൈഡിലും 2 എണ്ണം റൈറ്റ് സൈഡിലും. ഓക്കെ. അതായത് നമ്മൾ ആ ഒരു കൂർത്ത പല്ല് കാനിൻ കഴിഞ്ഞിട്ട്, ആ ഒരു കൂർത്ത പല്ല് 5ാമത്തെ പല്ലാണ് ഇത് കാനിൻ. അത് കഴിഞ്ഞിട്ട് 2 എണ്ണം അല്ലേ, കുറച്ചും കൂടി പരന്നിട്ടുണ്ട് അല്ലേ. ആ 2 എണ്ണമാണ് ഇത് പ്രീമോളാർ എന്ന് പറയുന്നത്. അത് എത്ര ഉണ്ട്? ടോട്ടൽ 8 എണ്ണം ഉണ്ട്. കാരണം 2 ലെഫ്റ്റ് സൈഡിൽ, അപ്പർ ജോ നോക്കുകയാണെങ്കിൽ 2 എണ്ണം, 2 ലെഫ്റ്റ് സൈഡിലും 2 റൈറ്റ് സൈഡിലും അല്ലേ. അപ്പോൾ 4 എണ്ണമായി. അതേപോലെ താഴെയുണ്ട്, ലോവർ ജോസിലുണ്ട് 2 റൈറ്റ് സൈഡിൽ, 2 ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ എത്ര പ്രീമോളാറുണ്ട്? 8 പ്രീമോളാർസ്. ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ്, അത് നമുക്ക് ചമച്ചരക്കാനാണ്.
പ്രീമോളാർ. പിന്നെ മോളാർ, രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. കോട്ടുപല്ല് ഏറ്റവും അറ്റത്തെ. അത് കഴിഞ്ഞ് ഇപ്പോൾ എത്ര നമ്മളൊരു സൈഡ് ഒരു അപ്പർ ജോ മാത്രം നോക്കുകയാണെങ്കിൽ 4 എണ്ണം, അതായത് ഫ്രണ്ടിൽ പരന്ന 4 പല്ലാണ് ഇൻസിസർ അല്ലേ, അപ്പർ ജോ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇൻസിസറിൻ്റെ തൊട്ടടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു കൂർത്ത പല്ലുണ്ടാവും, റൈറ്റ് സൈഡിലൊരു കൂർത്ത പല്ലുണ്ടാവും. അതാണ് എന്ത്, ക്യാൻ. അത് കഴിഞ്ഞ് തൊട്ട് ഈ 2 എണ്ണം അല്ലേ, ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിൽ 2, അതാണ് പ്രീമോളർ. അത് കഴിഞ്ഞിട്ട് 12 എണ്ണം, അതായത് എത്ര എണ്ണമാണ് ഓരോ സൈഡിൽ വരുന്നത് നോക്കാം. 6 ഇൻ ദ അപ്പർ ജോ, അതായത് 3 എണ്ണീച്ച വരിക. അത് 3 കോട്ടുപല്ല്, ഏറ്റവും അറ്റത്തെ കോട്ടുപല്ല് നോക്കി മതി. ലെഫ്റ്റ് സൈഡിൽ 3, റൈറ്റ് സൈഡിൽ 3, 6 എണ്ണം. അപ്പർ ജോയിൽ മാത്രമാണ്. അതേപോലെ എന്തുണ്ട്, ലോവർ ജോയിലും ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് 6 എണ്ണം ഉണ്ട്. അതാണ് മോളാർ, കോട്ടുപല്ല്. അതും ചമക്കാൻ നമ്മൾ ഇപ്പോൾ പല്ലൊക്കെ കേടുന്ന് കുറേ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വളരെ പെട്ടെന്നും ഈ മോളാറും പ്രീമോളാറും ഫ്രണ്ടിലെ പല്ലൊക്കെ പോകുന്നവരുണ്ട്. മിൽക്ക് ടീത്താണെങ്കിൽ കുഴപ്പമില്ല, പിന്നീട് വരും. പക്ഷേ നമ്മളെ പെർമനൻറ്റ് ടീത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കേടുവരികയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പുതിയ പല്ല് വരില്ല. പകരം നമുക്ക് വേണമെങ്കിൽ കൃത്രിമ പല്ലൊക്കെ വെക്കാം അല്ലേ. അങ്ങനെ ഇത്രയാണ് 32 പല്ല്. ഏതൊക്കെ ഇൻസിസർ എത്ര ഉണ്ട്, 8. ഓക്കെ, നമുക്ക് എണ്ണി നോക്കാം. പിന്നെ ക്യാനിൻ 4, അപ്പോൾ എത്ര, 12. പ്രീമോളാർ 8, 12 × 20. മോളാർ 12, 8ഉം 20ഉം 12ഉം 32. അങ്ങനെ ടോട്ടൽ 32 എന്താണുള്ളത്, പല്ലാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി പല്ലിനെ കുറിച്ചിട്ട് നമുക്കൊന്നും കൂടി വിശദമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പല്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നിർത്താം. ടൂത്ത് ഡിക്കേ. വാട്ട് ഈസ് ടൂത്ത് ഡിക്കേ? ടൂത്ത് ഡിക്കേ ഈസ് ദ ഡാമേജ് ടു ടൂത്ത്സ് സർഫേസ് ഓർ ഇനാമൽ. നമ്മൾ പറഞ്ഞു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോഡി പാർട്സ് എന്ന് പറയുന്നത് ഏതാണ്, ഇനാമല. നമ്മളെ പല്ലിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന കാൽസ്യത്തിൻ്റെ കോമ്പണൻസ് ആണെന്ത്, ഇനാമൽ. അപ്പോൾ ഇനി ടൂത്ത് ഡിക്കേ എന്ന് പറയുന്നത് എന്താ, നമ്മളെ പല്ലിൻ്റെ ഇനാമലിനോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വായ നന്നായിട്ട് വൃത്തിയാക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഉപരിതലത്തിലും ഇനാമലിനും കേടുവരുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടൂത്ത് ഡിക്കേ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടൂത്ത് ഡിക്കേ? ടൂത്ത് ഡിക്കേ ഈസ് ദ ഡാമേജ് ടു ടൂത്ത് സർഫേസ് ഓർ ഇനാമൽ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ സജസ്റ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ടൂത്ത് ഡിക്കേ, എങ്ങനെയാണ് നമുക്ക് ഒരു ടൂത്ത് ഡിക്കേ ഉണ്ടാവുന്നത്. അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? മെറ്റീരിയൽസ് റിക്വയർ എ സ്മാൾ പീസ് ഓഫ് മാർബിൾ, ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, എ ഹാൻഡ് ലെൻസ്, ഗ്ലാസ് ടംബ്ലർ. എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ചെറിയ കഷ്ണം, സ്മാൾ പീസ് ഓഫ് മാർബിൾ, ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, എ ഹാൻഡ് ലെൻസ്, ഗ്ലാസ് ടംബ്ലർ. ഓക്കെ, അപ്പോൾ ഇത് ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് അടുത്ത ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്, ഇൻസിസർ, ക്യാനിൻ, പ്രീമോളാർ, മോളാർ അല്ലേ. ടോട്ടൽ എത്ര പല്ലുണ്ട്? 32 പല്ലുണ്ട്. ഓരോന്നിൻ്റെയും പൊസിഷൻ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇനി നമുക്ക് പല്ലിൻ്റെ ടൂത്ത് ഡിക്കേയുടെ വിശദമായിട്ടുള്ളൊരു ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തും. ഓക്കെ.